നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ട് പക്ഷെ ജീവിതകാലം മൊത്തം ഓർമ്മിക്കുന്ന ചില മുഖങ്ങളുണ്ട്. ഒരിക്കൽ കണ്ടോ അനുഭവിച്ചോ പോയ ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ നമ്മുടെ അവസാനം വരെ നിൽക്കുന്ന സംഗതികളും ഉണ്ട്. അത്തരം ഒരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 10-20 വർഷം മുമ്പ് 2000-ലോ 2001-ലോ മറ്റോ ആണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഹുബ്ലിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു പാസഞ്ചർ ട്രെയിനിലാണ് യാത്ര. അങ്ങനെ ഈ അർസിക്കര ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകൾ നിർത്തി പോകുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ആ ട്രെയിനുകളുടെയൊക്കെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ഓടുന്ന പാസഞ്ചർ ട്രെയിനുകളിൽ ഗ്രാമീണർ വരും. ചിലപ്പോൾ അവരുടെ മൃഗങ്ങളൊക്കെ ഉണ്ട്, കോഴി, ആട്, ഇതിനെയൊക്കെ കൊണ്ടുവരും. അതൊക്കെ ഒരു സാധാരണമായൊരു സംഗതിയാണ്. അത്ഭുതകരമായ ഒരു ഇന്ത്യയെ അത്തരം പാസഞ്ചർ ട്രെയിനുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ട്രെയിനിൻ്റെ ടോയ്ലറ്റുകളിൽ മനുഷ്യർ എന്തൊക്കെയാണ് വൃത്തികേടുകൾ എഴുതി വയ്ക്കുന്നത്. ഈ ഫേസ്ബുക്കൊക്കെ ഇന്നത്തെ രൂപത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർ അവരുടെ വൈകൃതങ്ങൾ എഴുതി വെച്ച ഒരു സ്ഥലമായിരുന്നു ഇന്ത്യയിലെ ടോയ്ലറ്റുകൾ, പ്രത്യേകിച്ച് റെയിൽവേ ടോയ്ലറ്റുകൾ. കാരണം ഇത് വളരെ സുരക്ഷിതമായൊരു സ്ഥലമാണ്. നമ്മുടെ മുഖം ആരും കാണുന്നില്ല. നമുക്ക് എന്ത് അനാവശ്യവും എഴുതി വയ്ക്കാം. നമ്മുടെ മറ്റൊരു മുഖം അവിടെ വികൃത രൂപത്തിലൊക്കെയുള്ള ആ മുഖം പ്രകടമാകുന്ന ഇടമാണ് നമ്മൾ മാത്രമുള്ള ഈ ടോയ്ലറ്റുകൾ. അങ്ങനെ നിറയെ കക്കൂസ് സാഹിത്യം നിറഞ്ഞ ട്രെയിനുകളായിരുന്നു അന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഇന്നങ്ങനെ ഇല്ല. ഇന്നത് അപൂർവമായി മാത്രം കാണുന്ന സംഗതിയാണ്. അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. അത് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, മനുഷ്യരൊക്കെ സാംസ്കാരികമായി വളർന്നു, അവരൊന്നും ഇപ്പോൾ ഈ ഞരമ്പ് രോഗം പ്രദർശിപ്പിക്കാറില്ല എന്ന്. അതൊന്നുമല്ല കാര്യം. സംഗതി ഇപ്പോൾ ആരുടെ കയ്യിലും പേന എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ്. മുമ്പ് നടക്കുന്ന മനുഷ്യരുടെ മിക്കവരുടെയും കയ്യിൽ ഒരു പേന, ചെറിയ നോട്ട് പുസ്തകമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നതില്ല. അതുകൊണ്ട് മാത്രമാണ് ആരും ഈ കക്കൂസിൽ ഇങ്ങനെ വൃത്തികേടുകൾ എഴുതി വയ്ക്കാത്തത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അങ്ങനെ ഈ പാസഞ്ചറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവനൊരു 20-21 വയസ്സുള്ള സുന്ദരനായ ചെറിയ കണ്ണുകളുള്ള ഒരു തിബറ്റൻ യുവാവായിരുന്നു അയാൾ. എന്നെക്കാൾ 3-4 വയസ്സ് എളുപ്പമുള്ള ഒരു പയ്യൻ. അവൻ, നമുക്കറിയാം, തിബറ്റിൽ നിന്ന് തിബറ്റ് അധിനിവേശം നടത്തിയ കാലത്ത് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരുടെ 2ാം തലമുറ ആയിരിക്കും അവൻ എന്ന് ഞാൻ നിരീക്ഷിച്ചു. അവരുടെ പല കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്. കർണാടകയിലുണ്ട്, ധർമ്മസ്ഥലയിൽ. അവിടെ നിന്നും കണ്ട വന്ന ഒരുത്തനാണ് അവൻ. വലിയ സംസാരമൊന്നുമില്ല. അവൻ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവൻ എന്നെയും നോക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു വശ്യമായ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. വിദൂരമായൊരു സ്വപ്നം അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ അവന് തോന്നിയിട്ടുണ്ടാവാം. ഇടയ്ക്ക് അവൻ ടോയ്ലറ്റിലേക്ക് പോയി. ഞാനും അതിനു മുമ്പ് പോയ ടോയ്ലറ്റാണ്. ടോയ്ലറ്റിലേക്ക് പോയി തിരിച്ചു വന്നു. അവൻ്റെ കയ്യിൽ ഒരു പേന ഉള്ളത് എനിക്കറിയാം. സാധാരണ നമുക്കറിയാം, പുറത്തൊരു മുഖവും അകത്ത് ഏകാഗിയായിരിക്കുമ്പോൾ മറ്റൊരു മുഖവും മനുഷ്യൻ പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ വീണ്ടും ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ ആ ടോയ്ലറ്റിൽ അതുവരെ കാണാത്ത ഒരു കാവ്യം, 4 വരികൾ ഞാൻ അവിടെ കണ്ടു. അത് ഇങ്ങനെയാണ്: യു മേ ലവ് ഗേൾസ് ബട്ട് ഐ ലവ് മൈ തിബറ്റ്. നിങ്ങൾ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ തിബറ്റിനെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ്റെ ഒരു തലമുറ മുന്നേ അവിടെ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികളായ അവരുടെ പിന്മുറക്കാരൻ ഇവിടെ ഇരുന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ആ പീഠഭൂമിയിലെ ആ തണുത്ത പ്രദേശത്തെ സ്വപ്നം കാണുകയാണ്. ഒരുപക്ഷെ അവൻ്റെ തലമുറകളിലൂടെ ഇങ്ങനെ ആ സ്വപ്നം സഞ്ചരിച്ച് 10, 50, 100 തലമുറകളിൽ സഞ്ചരിച്ചതിനപ്പുറം വീണ്ടും ആ വാഗ്ദത്ത ഭൂമിയിൽ തിരിച്ചെത്താമെന്നും അവിടെ തൻ്റെ പൂർവികൻ്റെ ഭൂമിയിൽ, തൻ്റെ പൂർവികരുടെ പൂർവ്വമാതാക്കളുടെ ഭൂമിയിൽ ജീവിക്കാമെന്നും അവൻ ചിന്തിക്കുന്നുണ്ടാവും.
ഇതാണ് നമ്മുടെ ഒരു ദേശത്തെ, നമ്മുടെ സ്വന്തം ദേശം എന്നത് അതില്ലാത്തവന് മാത്രമേ അതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. ദേശത്തെ നമ്മൾ നമ്മുടെ ഒപ്പം കൊണ്ടു നടക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അവൻ്റെ ഏറ്റവും സുഖദായകമായ, ഏറ്റവും കംഫർട്ടായി ഇരിക്കാൻ കഴിയുന്നത്, ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്നത് അവൻ്റെ ദേശത്താണ്. അവൻ്റെ ദേശം എന്നാൽ അവൻ്റെ രക്തബന്ധുക്കളും അവന് പരിചിതമായ പരിസ്ഥിതിയും അവന് പരിചിതമായ വൃക്ഷലതാദികളും അവന് പരിചിതമായ മൃഗങ്ങളും അവന് പരിചിതരായ മനുഷ്യരും ജന്തുജാലങ്ങളും ഒക്കെ അടങ്ങിയ ഒരു എൻവയോൺമെൻ്റാണ് ഒരു ദേശം. ആ അവൻ്റെ ഭാഷ, അവന് മാത്രം അറിയാവുന്ന വാക്കുകൾ, അവൻ്റെ ഭാഷയിൽ മാത്രം പ്രകടിപ്പിക്കാവുന്ന വികാരങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടാണ് ദേശം ഉണ്ടാകുന്നത്. ഇത് വലിയ രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ വലിയ സാമ്രാജ്യങ്ങളോ ഒക്കെ ചെറിയ ദേശങ്ങളെ അധിനിവേശപ്പെടുത്തുമ്പോൾ ആ ഗ്രാമത്തിൽ നിന്നും പലായനം ചെയ്തു പോകുന്ന മനുഷ്യർ വെറുതെ അവരുടെ ഭാണ്ഡക്കെട്ടുകൾ മാത്രമല്ല കൊണ്ടുപോകുന്നത്, അവരുടെ ദേശത്തെ കൂടി അവരുടെ ശിരസിലേറ്റി, അവരുടെ സംസ്കാരത്തെ കൂടി ഏറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത് എന്നെങ്കിലും തിരിച്ചു പോകാമെന്നുള്ള സ്വപ്നം അവരിങ്ങനെ പരമ്പരകളിലേക്ക്, തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാറുമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ സ്വപ്നം പോലെയുള്ള ആ വരികൾ. യു മേ ലവ് ഗേൾസ് ബട്ട് ഐ ലവ് മൈ ടിബറ്റ്. നിങ്ങൾ പെൺകുട്ടികളെ, അവനൊരു യുവാവാണ്, 21 വയസ്സുള്ള സുന്ദരനായ കൊച്ചു കണ്ണുകളുള്ള, അതിൽ നിറയെ ഇപ്പോഴും കൗതുകം അവശേഷിക്കുന്ന, എന്നാൽ വിദൂരതയിൽ ഒരു വിഷാദം ബാക്കി നിൽക്കുന്ന ആ യുവാവ് എഴുതുകയാണ്, യു മേ ലവ് ഗേൾസ് ബട്ട് ഐ ലവ് മൈ ടിബറ്റ്.